ഹലോ ചുട്ടുപണികളെ, എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല, ഒരു ഒട്ടുമിക്ക ഗേൾസിനും ഇത് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എന്നാൽ ആ പേടിയൊക്കെ ഇന്ന് ഞാൻ മാറ്റിത്തരാം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ഫേഷ്യൽ ഹെയർ റിമൂവിങ് ആണ്. അതായത് മുഖത്തുള്ള രോമങ്ങളെ നമ്മൾ വടിച്ചിറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പം കാണിക്കുന്ന ഈ സംഭവമില്ലേ, പിരികം, അത് ത്രെഡ് ചെയ്തിട്ട് എടുക്കുന്നെങ്കിൽ എടുക്കുക. കാരണം ഇത് എടുക്കാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ നല്ല പണി കിട്ടും. അപ്പം നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മുഖത്തിടാൻ എന്തെങ്കിലും ഒരു ഇത് വേണം. ഇതെന്ന് ഉദ്ദേശിക്കുന്ന മോയ്സ്ചറൈസർ ആവാം, അലോവേറ ജെല്ലാവാം, വാസ്ലിൻ ആവാം, എന്തെങ്കിലുമൊക്കെ ആവാം. എനിക്ക് പിന്നെ ഫാർമസിയിൽ നിന്നൊന്നും അയച്ചു തരാനില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഹെർവിയോണിയോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ക്രീമാണ് മുഖത്ത് തേക്കുന്നത്. ആൻഡ് ഇത് തേച്ചിട്ട് എൻ്റെ മുഖത്തിന് വലിയ ഇറിറ്റേഷൻ ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതൊരു ബേസിക്കലി അലോവേറ ജെല്ല് പോലെ വാസ്ലിൻ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇത്ര നേരം ഈ ഫോണിൽ ഞാൻ വേറൊരു എഫക്റ്റിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അനിയൻ വന്നിട്ട് എടി ഇങ്ങനെയല്ല, ഇതിങ്ങനെ മാറ്റിയിടണമെന്നും പറഞ്ഞ് എനിക്ക് മാറ്റിയിട്ട് തന്നത്. ഇതാണ് ശരിക്കുള്ള ഞാൻ. അപ്പോൾ നമ്മൾ ആദ്യം മുഖം കഴുകിയിട്ട് വേണം ഇത് തേക്കാൻ. ഞാനത് പറയാൻ വിട്ടുപോയി. നിങ്ങൾ എന്ത് ക്രീമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ തിക്കായിട്ട് അപ്ലൈ ചെയ്താലേ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, എനിക്ക് മീശ പിരിക്കാനുള്ള അത്ര മീശ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത്രയൊന്നും ഇല്ല. അപ്പം അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഈ താഴോട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ കവള് വീർപ്പിച്ച് വെച്ചിട്ട് താഴോട്ടെടുക്കുക, മുകളിലോട്ട് എടുക്കരുത്. എപ്പോഴും ആ ഒരു ഇതിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എടുക്കുക. ഇതെന്നൊക്കെ പറയുന്നത് എനിക്ക് കൃത്യമായി പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പക്ഷെ വീഡിയോയിൽ കാണും കണക്ക് ചെയ്താൽ മതി, ഒന്നും പറ്റത്തില്ല. പിന്നെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഈ ഫേഷ്യൽ റേസിങ്. കാരണം ഈ മുഖക്കുരുവിൽ കയറി തട്ടണം, പിന്നെ അതൊരു ഇറിറ്റേഷൻ ആവണം. വെറുതെ നമുക്ക് പണി വേണ്ടല്ലോ. അപ്പോൾ എൻ്റെ മുഖത്ത് കുരു ഒന്നും ഇല്ലാത്ത സമയമായിരിക്കും ഞാൻ ഇത് എപ്പോഴും എടുക്കുന്നത്. അപ്പുറത്തെ സൈഡ് ഇതേ കണക്കെടുക്കുക. പിന്നെ ഞാൻ ഹൃദാവ് നല്ല ഷേപ്പ് ആക്കി കൊടുക്കും. പിന്നെ മൊത്തം പറഞ്ഞ് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ഇതാണ്. നമുക്ക് ഇങ്ങനെ തിളങ്ങാം. ഞാൻ ഇത് കഴിഞ്ഞ് വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത ക്ലിപ്പാണിത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ ഉമ്മ.